സൂര്യൻ ചേട്ടനകത്ത് വരാൻ കണക്കിനത് ജനലൊക്കെ തുറന്ന് വയ്ക്കുന്നുണ്ട്. ഈ ജനൽ കാണുമ്പോഴേ മുറി കാണുമ്പം തന്നെ അറിയാം ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലാണെന്ന്. അതെ, ഇന്നലെ വൈകിട്ട് പോയതാണ്. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പഴയതൊക്കെ പോട്ടെ, പുതിയതിലോട്ട് കിടക്കാം. അപ്പോൾ ജനലൊക്കെ തുറന്ന് വെച്ചിട്ട് നേരെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മടക്കി വയ്ക്കുവാണ്. അലക്ക് കയറിയ പോലും കാണത്തില്ല. ഇമ്മാതിരി ബെഡ്ഷീറ്റ് 5 പേരോ 4 പേരേ ഉള്ളൂ ആകെ. എന്നാലും ബെഡ്ഷീറ്റിന് ഒരു കുറവില്ല. അത് കഴിഞ്ഞിട്ടോ എൻ്റെ കെട്ടിയും വലിച്ചു വാരിയിരുന്ന ആവശ്യവും അനാവശ്യവുമായ തുണികൾ. അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ ഒന്ന് മടക്കി കൂട്ടി വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട കാഴ്ച പിള്ളേർ തോട്ടിൽ നിന്ന് മീൻ പിടിക്കും. നമ്മൾ വീടിൻ്റെ നേരെ നിന്ന് നോക്കണ തോടാണ്, പക്ഷെ അത് നിറയണം മഴ പെയ്തിട്ട്. എൻ്റെ പൊന്നെ അടിപൊളിയാണ്. കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് എനിക്കും ചേട്ടത്തിക്കും ഇത് തന്നെയായിരുന്നു ജോലി. അതൊക്കെ ഒരു കാലം, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ തോട്ടിൽ കിടന്ന് 24 മണിക്കൂറും കളിക്കുമായിരുന്നു. അങ്ങ് തോട് ഏതറ്റമാണ് അവിടെ വരെ നടന്നൊക്കെ പോയിരുന്നു. അതൊക്കെ ഒരു കാലം, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും മഴയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിടാം. ഇപ്രാവശ്യം തോട് നല്ല വറ്റിക്കിടക്കണം, വേനലല്ലേ. പിള്ളേർ വന്നിരുന്ന് മീൻ പിടിക്കുക. അവരെ ആവേശം കണ്ടതൊന്നും അതിനകത്ത് എന്തൊക്കെയോ കിടപ്പുണ്ടെന്ന് ഒന്നും തന്നെ ഇല്ല. അവരെന്തൊക്കെയോ പരണ്ടെന്നുണ്ട് അതിനകത്തിരുന്ന്. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടത്തി പിള്ളേരായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരെ കണ്ടത് പിന്നെ എൻ്റെ ഒക്കെ കുറച്ച് പട്ടിഷോ വേണമല്ലോ, അതുകൊണ്ട് കൂട്ടി പോയിട്ട് ആട്ടുംകുട്ടീനെ അഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 പേർക്ക് പേടിയുണ്ടെങ്കിൽ 2 പേർക്ക് പേടിയില്ല. അവർ 2 പേരും കൂടെ മത്സരിച്ച് അതിനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് ഇന്ന് വുമൻസ് ഡേ അല്ലേ, അപ്പോൾ സ്കൂളിലൊരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പാരൻറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അമ്മമാരുടെ കൂടെ ഉള്ളതൊരു വീഡിയോ എടുത്ത് അയക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാരുടെ കൂടെ ഉള്ളൊരു വീഡിയോ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനായിട്ടൊട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ച് എൻ്റെയും കൂടെ ഉള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കുന്നിലോട്ട് പോയി മാങ്ങ പറിക്കാനായിട്ട്. അത് ഈ കുന്ന് ഇക്കട മാമാരെ വീടാണ്, നമ്മളതിനെ പറയണതാണ് കുന്ന് എന്ന് പറയണതാണ് സ്ഥലമാണ്. അങ്ങനെ അവിടെ പോയി മാങ്ങയൊക്കെ പറിച്ചു. നമ്മൾ ആദ്യം വിചാരിച്ച് ഒന്നുമില്ല, അന്നൊക്കെ കുലുക്കിയിട്ടപ്പോൾ അത്യാവശ്യം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളവർക്കുള്ളതൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങളിങ്ങ് പോന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന ഉടനെ ചേട്ടത്തി ഇതേ അരിയൊക്കെ പൊട്ടിച്ച് നല്ല കുടുംബിനിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പറഞ്ഞ അവസ്ഥയായിരുന്നു. കൈയും കാലും നിലത്തുറയ്ക്കുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയായിരുന്നു. ഞാൻ വീടെത്തിയപ്പോഴത്തേക്കും നമ്മൾ വരില്ലെന്ന് വിചാരിച്ചു ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം നോമ്പ് ഇറക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് ഇന്ന് മെലിഞ്ഞാത്ത കൽത്തപ്പവും പിന്നെ പൈനാപ്പിളും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊരൊറ്റ കാത്തിരിപ്പായിരുന്നു എപ്പോൾ ബാങ്ക് കേൾക്കുന്നു. കാരണം എൻ്റെ കിളി പറഞ്ഞ അവസ്ഥയായിരുന്നു. വയ്യ എന്ന് വെച്ചാൽ എപ്പോൾ വേണോ ഞാൻ തളർന്ന് വീഴുമെന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ബാങ്ക് കേട്ടു. മട വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിച്ചു. വെള്ളം മാത്രം എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ദാഹവും ക്ഷീണമായിരുന്നു. ഇനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കഴിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും 2 പൈനാപ്പിളിൻ്റെ കഷ്ണമൊക്കെ കഴിച്ച് ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് ചരിയണം. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.